ഞങ്ങളുടെ വീട്ടിലെ 5-6 മരങ്ങളിൽ മറ്റൊരു മരമാണ് കൈക്കണ വേപ്പ്. ചെറിയൊരു ചെടിയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ 2-2.5 വർഷമേ ആയിട്ടുള്ളൂ. ഇതൊരു മരത്തിൻ്റെ രൂപത്തിലായി തുടങ്ങി. വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു മരമാണ് കൈക്കണ വേപ്പ്. ഇതിൻ്റെ ഇലയാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. മരവും വലിയ മരമായി തീർന്നിട്ടുണ്ടെങ്കിൽ മരവും കട്ടിൽ പണിയാനൊക്കെ ഉപയോഗിക്കാറുണ്ട്, മേലുവേദനയ്ക്ക്. എന്നിട്ട് ആ കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ വേദന മാറുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഇല പല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഷുഗർ കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇല കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് ചിക്കൻ ബോക്സ് ഉണ്ടാകുന്ന അവസരത്തിൽ കുരുക്കൾ നമ്മുടെ ദേഹത്തുണ്ടാകുമ്പോൾ ആ കുരുക്കൾ ഇച്ചിങ് വരുമ്പോൾ ഇതിൻ്റെ ഇല കൊണ്ട് തലോടാനാണ് സാധാരണ പറയാറ്. കൈകൊണ്ട് ചൊറിയരുതെന്ന് പറയും. ഇതിൻ്റെ ഇല ഉപയോഗിച്ച് അത് നമ്മൾ തലോടിക്കഴിഞ്ഞാൽ ആ ഇച്ചിങ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഇല വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ നമ്മൾ കുളിക്കാറുണ്ട്. അതുപോലെ വലിയ പാർക്കുകളിലൊക്കെ ഇതൊരു തണൽ മരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൈക്കണ വേപ്പ് ഇതിൽ നിന്ന് വളരെയധികം ഓക്സിജൻ പുറത്തുവിടുന്നുണ്ട് ഇലകളിലൂടെ. അപ്പോൾ ആ ഓക്സിജൻ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം മാറുമെന്നാണ് അറിയപ്പെടുക. മഴക്കാലമായ കാരണം ഇപ്പോൾ നിറയെ ഇലകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് ഇതിൻ്റെ മരം വീഴാനായിട്ട് തോന്നിയിട്ട് ഞങ്ങൾ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി മരത്തിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. കനം വെച്ച് വന്നിട്ടുണ്ട് മരം. ഇപ്പോഴും നന്നായി ഇലകൾ കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വെട്ടി ഒതുക്കേണ്ടി വരും. അപ്പോൾ തണൽ മരമായിട്ടും അതുപോലെ തന്നെ നല്ല ഓക്സിജൻ്റെ ഇതിനും വേണ്ടിയിട്ട്, വായു സഞ്ചാരത്തിനും വേണ്ടിയിട്ട് ഇതൊരു മരമായിട്ട് നമുക്ക് സ്ഥല സൗകര്യമുള്ളവർക്ക് വളർത്താവുന്നതാണ്.